സുഹൃത്ത്, ദീൻ എന്താ പറയണത് നിങ്ങൾ എന്നെ ഗൗരവമായിട്ട് ആലോചിക്കണം. ഇനി ദീന് പറയേണ്ട കാലമായത്. ദീന് പറയേണ്ട കാലം ആയത്തും ഹദീസ് ഉദ്ധരിച്ചിട്ട് ഇവിടുത്തെ ഇതര മതക്കാരോട് വേറൊന്നും നമുക്ക് പറയാനില്ല. ഒരു ഖുർആൻ പരിഭാഷ ഇറക്കി ഒരു സമ്മേളനത്തിൽ കഴിഞ്ഞ ആഴ്ച. വള്ളിയുമില്ല പുള്ളിയുമില്ല, അർത്ഥവുമില്ല വേറെയുമില്ല, ഒക്കെ തെറ്റിച്ചാ കൊടുത്ത്, ഒക്കെ അവനാന്റെ ഇച്ഛയാ കൊടുത്ത്. വിശുദ്ധ ഖുർആനിന് പുതിയ അർത്ഥവും വ്യാഖ്യാനം കൊടുത്തിട്ടാ അമുസ്ലിങ്ങളെ പഠിപ്പിക്കാനാണ് അത്രേ. അതിൽ നിന്ന് ചിലതൊന്നും കൊടുത്താൽ ഓൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് വിരോധം തോന്നിയാലോ ഇസ്ലാമിനോട്. അതുകൊണ്ട് അതൊക്കെ ഞങ്ങൾ ഒഴിവാക്കി. കഴിഞ്ഞ ആഴ്ച സമ്മേളനം നടന്നൊരു സ്റ്റേറ്റ് സമ്മേളനം. ആളെ പേരും അർത്ഥമൊന്നും ഞാൻ പറയില്ല, ആ പരിഭാഷ വാങ്ങി വായിച്ചു നോക്ക്. ഒരു തലയും പാലുമില്ല, ഒരൊറ്റ കുട്ടി കൈകൊണ്ട് തൊട്ട് വരുന്ന ആ സാധനം. അത്ര അപകടകാരിയാണ്. സൂറത്ത് ഫാത്തിഹ പോലും അള്ളാഹു റസൂലും പഠിപ്പിച്ച പോലെ എല്ലാ അർത്ഥം കൊടുത്ത് പരിശോധിച്ച് നോക്കി നിങ്ങളെ. അത്ര അപകടം പിടിച്ചൊരു പരിഭാഷ, മനസ്സിലായോ? ഞാൻ അതിന്റെ ചില ഭാഗം വായിച്ചിട്ട് സത്യമാണ്, അള്ളാഹു ആണേ അത് മാത്രം പ്രസംഗിച്ചാൽ പോലും എന്റെ വികാരം തീരില്ല ഇവിടെ. അത്ര മോശമായ രൂപത്തിലാണ് സൂറത്ത് ബഖറയിലെ ചില ആയത്തുകൾക്കൊക്കെ. അള്ളാഹ് സംഭവിക്കുന്നു പറഞ്ഞാൽ സംഭവിക്കൂല, ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അത് ഉണ്ടായിട്ടില്ല. അള്ളാഹ് ഉണ്ടായി എന്ന് പറയാ, ഉണ്ടായിട്ടില്ല എന്ന് പറയാം. അള്ളാഹ് അങ്ങനെ ബാധിക്കും പറയാം, അത് ഉണ്ടായിട്ടില്ല അറിയാം. അങ്ങനെ അള്ളാഹ് പറഞ്ഞതിന് നേരെ എതിര് പറയാൻ എന്തിനാടോ ഒരു മലയാള പരിഭാഷ? ആ ചെറിയ മുണ്ടത്തിന് തന്നെ പോരെ. ചെറിയ മുണ്ടാരതും അല്ലല്ലോ, കുഞ്ഞുമുഹമ്മദ് വന്നിനും അതിന് പുറമെ ഒന്ന് ഇറക്കി വെക്കുക. അതെന്താ ഇറക്കിയത്? അവനാന്റെ ഇച്ഛ. അത് കുത്തി നിറച്ചിരിക്കുകയാണ്. അതിൽ അറബിയില്ല വേറുമില്ല. എന്താന്നൊരു എത്തും പിടിയും കിട്ടണില്ല. അത് മുസ്ലിമിന് തന്നെ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല, പിന്നല്ല മുസ്ലിമിന് കിട്ടുന്നത്. സഹോദര, ആലോചിക്കാനാ ഞാൻ പറയുന്നത്. നേർക്ക് നേരെ മനുഷ്യരോട് പച്ചയായി ഖുർആൻ ഉദ്ധരിച്ച് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, അള്ളാഹ് സൃഷ്ടിച്ചവനാണോ മാധവൻ എങ്കിൽ മാധവൻ അള്ളാന്റെ ഖുർആൻ തിരിയും. കാരണം അള്ളാഹ് പറയുന്നത് എന്താണ്? അലിഫ് ലാം റാ